ഏകദേശം 21 ദിവസത്തോളം നാസയിലെ ശാസ്ത്രജ്ഞരെ വെള്ളം കുടിപ്പിച്ച ഒരു കൗമാരക്കാരൻ 15-ാം വയസ്സിൽ കുറ്റകൃത്യവും 16-ാം വയസ്സിൽ ജയിൽ ശിക്ഷയും അനുഭവിച്ച ജോനത്താൻ ജോസഫ് ജെയിംസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുട്ടിക്കാലം മുതൽ കമ്പ്യൂട്ടർ ഗെയിംസുകളിൽ കമ്പം, പിന്നീട് കോഡിങ്ങിലും ഹാക്കിങ്ങിലും താല്പര്യം. സോഫ്റ്റ്വെയറുകളെ എങ്ങനെ പ്രവർത്തിക്കാം, കൺട്രോൾ ചെയ്യാം എന്നതായിരുന്നു അവന്റെ പ്രധാന ലക്ഷ്യം. ബെൽ സൗത്ത്, മിയാമി ഡേഡ് സ്കൂൾ സിസ്റ്റം എന്നിവയുൾപ്പെടെയുള്ള വിവിധ സിസ്റ്റങ്ങൾ ജെയിംസ് തുടർച്ചയായി ഹാക്ക് ചെയ്തു. US ഡിഫൻസ് ത്രെറ്റ് ഡിറ്റക്ഷൻ ഏജൻസിയുടെ കമ്പ്യൂട്ടറുകളിലേക്ക് കടന്നു കയറിയപ്പോഴാണ് അയാൾ ഫെഡറൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 2000-ൽ നാസയുടെ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്ത് $1.7 മില്യൺ വിലമതിക്കുന്ന പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തു. ഇത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ഫിസിക്കൽ എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. 3 ആഴ്ച നാസയ്ക്ക് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഏകദേശം $41,000 നഷ്ടവും ഉണ്ടായി. 2000 ജനുവരി 26-ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, നാസ, പിനക്രസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏജന്റുമാർ ജെയിംസിന്റെ വീട് റെയ്ഡ് ചെയ്യുകയും പിന്നീട് 6 മാസത്തിന് ശേഷം ജെയിംസിനെ ഔദ്യോഗികമായി കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ഹാക്കിങ്ങിന്റെ ധാർമ്മികവും നിയമപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ജോനത്താൻ ജോസഫ് ജെയിംസിന്റെ കഥ.